വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് മുന്നോടിയായി പത്തനാപുരത്തെ രാഷ്ട്രീയ രംഗം ചൂടുപിടിക്കുകയാണ്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ സ്വന്തം തട്ടകത്തിൽ കയറി അടിക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ തുറുപ്പുചീട്ട് തന്നെയാണ് അവിടെയും ഇറക്കുന്നത്. തങ്ങളുടെ ഏറ്റവും വലിയ ജനകീയ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി എന്ന വികാരം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നു. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയെ സ്ഥാനാർത്ഥിയായി ഉറപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾക്കിടെ ഗണേഷ് കുമാറിനെതിരെ ആഞ്ഞടിക്കുകയാണ് ചാണ്ടി ഉമ്മൻ എം.എൽ.എ. അദ്ദേഹം നേരിട്ട് രംഗത്തിറങ്ങിയതോടെ പത്തനാപുരത്ത് പുതിയ രാഷ്ട്രീയ പോർമുഖം തുറന്നിരിക്കുകയാണ്. എന്റെ കുടുംബത്തോട് ഗണേഷ് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. ഇതാണ് പത്തനാപുരം മാങ്കോട് ജംഗ്ഷനിൽ നടന്ന UDF പൊതുസമ്മേളനത്തിൽ ചാണ്ടി ഉമ്മൻ വികാരാധീനായി പറഞ്ഞത്. സോളാർ കേസിന് പിന്നിൽ ഗണേഷ് കുമാറും CPM നടത്തിയ ഗൂഢാലോചനയാണെന്ന് ചാണ്ടി ഉമ്മൻ ആരോപിക്കുന്നു. R. ബാലകൃഷ്ണപിള്ളയെ സ്വന്തം പിതാവിനെ പോലെയാണ് ഉമ്മൻചാണ്ടി കണ്ടിരുന്നത്. ഗണേഷിന്റെ അമ്മയെ താൻ ആന്റി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൻ ഗണേഷിനെ അത്രമേൽ സ്നേഹിച്ചിട്ടും തിരിച്ച് നീചമായ പ്രവൃത്തികളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ചാണ്ടി ഉമ്മൻ പറയുന്നു. ഉമ്മൻചാണ്ടിയുടെ CD തേടി ഗണേഷ് കുമാർ കോയമ്പത്തൂരിലും തമിഴ്നാട്ടിലുമൊക്കെ അലഞ്ഞു നടന്നു. എന്നിട്ടൊന്നും കിട്ടിയതുമില്ല. സോളാർ കേസിൽ 18 പേജുള്ള കത്ത് പിന്നീട് എങ്ങനെയാണ് 24 പേജുകളുള്ള കത്തായി മാറിയതെന്നും ഉമ്മൻചാണ്ടിയുടെ പേര് എങ്ങനെ അതിൽ വന്നുവെന്നും കേരളം ചർച്ച ചെയ്യണം എന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. സോളാർ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് കൂട്ടിച്ചേർക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന പരാതിയിൽ കൊട്ടാരക്കര കോടതിയിൽ നിലനിൽക്കുന്ന കേസ് പത്തനാപുരത്ത് കോൺഗ്രസ് പ്രധാന ആയുധമാക്കും. കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്നും ഉമ്മൻചാണ്ടിയുടെ നിരപരാധിത്വം തെളിയുമെന്നും ചാണ്ടി ഉമ്മൻ ആവർത്തിച്ചു പറയുന്നു. ചാമക്കാലയുടെ പ്രചാരണത്തിന് കരുത്തു പകരാൻ ചാണ്ടി ഉമ്മൻ സജീവമായി പത്തനാപുരത്ത് ഉണ്ടാകുമെന്ന സൂചനയാണ് ഈ പ്രസംഗത്തിലൂടെ പുറത്തുവരുന്നത്. പത്തനാപുരം പിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ അഭിമാന പ്രശ്നമാണ്. എന്തായാലും ചാണ്ടി ഉമ്മന്റെ വരവോടെ പത്തനാപുരത്ത് മത്സരം സോളാർ കേസിന്റെയും ഉമ്മൻചാണ്ടിയുടെയും ഓർമ്മകൾക്ക് ചുറ്റുമായി മാറിക്കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി എന്ന പുസ്തകം. തട്ടിപ്പും വഞ്ചനയും വ്യാജരേഖ ചമക്കലുമെല്ലാം അശ്ലീലം കൂടി കലർത്തി തന്നെ വേട്ടയാടുകയായിരുന്നുവെന്നാണ് ഉമ്മൻചാണ്ടി തന്റെ ആത്മകഥയിൽ പറയുന്നത്. തന്റെ മരണശേഷം മാത്രമേ ചിലപ്പോൾ സത്യം പുറത്തു വരുള്ളൂ എന്നും ആത്മകഥയിൽ വ്യക്തമായി പറയുന്നുണ്ട്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് തന്നെ നിരന്തരം വേട്ടയാടിയ കഥകളും അദ്ദേഹം ഓർക്കുന്നു. ബിജു രാധാകൃഷ്ണനുമായി മാക്സിമം 8 മിനിറ്റ് മാത്രമായിരുന്നു അന്ന് സംസാരിച്ചത്. എന്നാൽ ഈ സംഭവം ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ച് 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെയാക്കി മാറ്റി. കെ.ബി. ഗണേഷ് കുമാറിനെ അഭിമാനക്ഷതം വരുത്തരുതെന്ന നിർബന്ധം തനിക്കുണ്ടായിരുന്നുവെന്നും ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാതെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. തന്റെ ഒരു സഹപ്രവർത്തകനെ പറ്റി ഗുരുതരമായ ആരോപണങ്ങളാണ് ബിജു രാധാകൃഷ്ണൻ ഉന്നയിച്ചത്. ആ സമയത്ത് തന്റെ സഹപ്രവർത്തകനും കുടുംബത്തിനും അഭിമാനക്ഷതം ഉണ്ടാകാതിരിക്കണം എന്ന് താൻ ആഗ്രഹിച്ചു. ഒരുപാട് ആരോപണങ്ങൾ തന്നെ വിഴുങ്ങാനായി പിന്നീട് വാവിടർത്തി വന്നപ്പോഴും ചില കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു എന്നും ആത്മകഥയിൽ മുൻ മുഖ്യമന്ത്രി വ്യക്തമായി പറയുന്നു. ഒരു കുറ്റാരോപിതയുടെ, അതായത് പലവട്ടം മൊഴികൾ മാറ്റിപ്പറയുന്ന ആളെന്ന് കോടതി തന്നെ നിരീക്ഷിച്ച ഒരാളുടെ വാക്കുകൾ അടിസ്ഥാനമാക്കിയെടുത്ത് തന്നെ വേട്ടയാടുകയായിരുന്നു. സമാനമായ പശ്ചാത്തലമുള്ള മറ്റൊരാളുടെ വാക്ക് വിശ്വസിച്ച് CD തേടി കോയമ്പത്തൂരിലേക്ക് യാത്ര നടത്തിയത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒന്നാണെന്നും ഉമ്മൻചാണ്ടി ആ ആത്മകഥയിൽ പറയുന്നുണ്ട്. പത്തനാപുരത്ത് എന്തൊക്കെ തരംഗമുണ്ടായാലും ചാമക്കാല എന്ന വ്യക്തി ഗണേഷിന് ഒരു എതിരാളിയായി മാറിയിട്ടില്ല എന്നത് സത്യമാണ്. എന്നാൽ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ എതിരാളികൾ പോലും മാനിക്കുന്ന ഒരു വ്യക്തിയെ തകർത്ത് കളഞ്ഞ ആരോപണം ഉയർത്തിയത് ഗണേഷ് കുമാർ ആണെന്ന രീതിയിൽ പ്രചാരണം വരുമ്പോൾ അത് ഗണേഷിന് ക്ഷീണം ഉണ്ടാക്കും എന്നതും ഉറപ്പാണ്. വിജയത്തെ തടയാൻ കഴിഞ്ഞില്ലെങ്കിലും ഉമ്മൻചാണ്ടി ഫാക്ടർ ഒട്ടേറെ വോട്ടുകൾ മാറ്റിമറിക്കും എന്ന കാര്യം തീർച്ചയാണ്.